അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ് കേട്ടോ, ബേസിക് എംബ്രോയ്ഡറിയിൽ ലാസ്റ്റ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കടായി കമ്മലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കടായി കമ്മൽ എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാൻ 4 ലൈനാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതിൽ 3 ലൈൻ അടുപ്പിച്ചും ഒരു ലൈന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുമാണ് വരച്ചെടുക്കുന്നത് കേട്ടോ, വരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ കണ്ടോ, ഫസ്റ്റത്തെ ഈ 2 ലൈന് ഏറ്റവും മീതത്തെ ലൈനിലേക്കാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വരയ്ക്കുന്നത് രണ്ടാമത്തെ ലൈനിലേക്കാണ്. അപ്പോൾ ഫസ്റ്റത്തെ വരച്ച ലൈനിലെ തൊട്ട് താഴെയായിട്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആണ് ലാസ്റ്റത്തെ ഈ ഒരു ലൈനും വരച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിൽ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇതാണ് കടായി കമ്മൽ ചെയ്യുന്ന ത്രെഡ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് മീൻസ് ആദ്യം ഈ ലൈനുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റിച്ചാണ്, അതായത് ഹൈറ്റിലുള്ള സ്റ്റിച്ചാണ് ആദ്യം ലൈനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു ലൈനും പിന്നെ അതിന് തൊട്ട് മുകളിലേക്ക് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് വീവിങ് സ്റ്റിച്ചാണ് കേട്ടോ വരുന്നത്. നമ്മൾ ലാസ്റ്റ് വീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലൈനിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ഏറ്റവും ലാസ്റ്റ് കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി കുറച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്ന് മാത്രം കേട്ടോ. കണ്ടോ, അതുപോലെ എല്ലാ ലൈനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ് കേട്ടോ ഇത്. നമ്മുടെ സിലബസിലുള്ള ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒരുപാട് സ്റ്റിച്ചുകളുണ്ട്. പക്ഷെ നമുക്ക് ബേസിക്കായിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ലൈനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആണ് നമ്മളിത് വീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വീവ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു വശത്ത് നമ്മൾ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ത്രെഡ് കുത്തിയെടുക്കുക. നീഡിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടോ വീവ് ചെയ്തെടുക്കാം. വീവിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ കൊടുത്തിട്ടുണ്ടല്ലേ. ഞാനിവിടെ ജസ്റ്റ് അടിഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് വീവ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാതെ ഫസ്റ്റ് തന്നെ വീവ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ കണ്ടോ, ഒന്നിൻ്റെ അടിയിലൂടെ തൊട്ടടുത്തതിൻ്റെ സ്റ്റിച്ചിൻ്റെ മീതെ കൂടെ ആ ഒരു ലെവലിൽ ഒന്നിടെ വിട്ടിട്ട് വീവ് ചെയ്തെടുക്കുക. വളരെ അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓപ്പോസിറ്റായിട്ട് ചെയ്യുക. ത്രെഡ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കണം തിരിച്ച് ചെയ്യുമ്പോൾ ചെയ്തെടുക്കേണ്ടത്. വീവിങ് സ്റ്റിച്ചൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഉണ്ടോ, ഇതുപോലെ ഒന്ന് വീവ് ചെയ്തെടുക്കുക. നമുക്കിനി ഈ ഒരു ഇതിൽ ആരി എംബ്രോയ്ഡറി വരുന്നുണ്ട്, സ്റ്റിച്ചിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രോഷ്യ വർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ഒരുവിധം എല്ലാ സിലബസും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എപ്പോഴും കാണണം. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓരോ സ്റ്റിച്ചും അതുപോലെ ഓരോ ക്ലാസ്സിൽ എന്തൊക്കെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കണ്ടോ, ലാസ്റ്റത്തെ ആ സ്റ്റിച്ച് വീവ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ തൊട്ട് മുകളിലത്തെ സ്റ്റിച്ചാണ് കേട്ടോ വീവ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ലൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അത് കാണരുത് കേട്ടോ. അത് കാണാതെ അതിനെ കവർ ചെയ്തിട്ട് വേണം വീവ് ചെയ്തെടുക്കാനായിട്ട്.
അതുപോലെ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞു, ഈ ലൈൻസൊക്കെ കുറച്ചും കൂടി ഹൈറ്റിൽ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. ഞാനിത് അത്ര വലിയ ഹൈറ്റായിട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ആ ഒരു ചെറിയ സ്റ്റിച്ച് ഉണ്ടല്ലോ 2 എണ്ണം, അത് കുറച്ചും കൂടിയും ഒരു ലൈനും കൂടെ താഴേക്കായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റിച്ച് വരെ ഞാൻ വീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ വീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വീവിങ് സ്റ്റിച്ച് ഇതിൻ്റെ മുന്നേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.